ജിയുൻ യൂറിയുടെ കാര്യം ആലോചിച്ചും യുൻജെ ജിയോണിന്റെ കാര്യം ആലോചിച്ചും ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് മൈ ഗേൾ ഫ്രണ്ട് ഈസ് ദ മാൻ എന്ന ഡ്രാമയുടെ 6ാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ജീവിതം ഇങ്ങനെയായല്ലോ എന്ന് യുൻജെ മിന്നിനോട് പറഞ്ഞിരിക്കുന്ന സമയത്തു തന്നെ അങ്ങോട്ട് മിഞ്ചു വരുന്നുണ്ട്. എന്നാൽ യുൻജെ എന്താണ് പറയുന്നതെന്നോ ഇവിടെ എന്താണ് നടക്കുന്നതെന്നോ മിന്നിന് മനസ്സിലാകുന്നില്ല. കാരണം യുൻജയ്ക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നും മിഞ്ചു എപ്പോഴും യുൻജയുടെ പിന്നാലെ നടക്കുന്നത് കാണുമ്പോൾ നീ എന്താ ജിയോണുമായി ബ്രേക്കപ്പ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ് മിന്ന്. എന്നാൽ അങ്ങോട്ട് വന്ന മിഞ്ചു കുറച്ചു ദിവസം മുമ്പ് പബ്ബിൽ വെച്ചുണ്ടായ കാര്യം ന്യൂസായി വൈറലായെന്നും ഇപ്പോൾ എല്ലാവരും ആരാണ് ജിയോൻ എന്ന് അന്വേഷിച്ച് നടക്കുകയാണെന്നും പറയുമ്പോൾ യുൻജയ്ക്ക് ടെൻഷനാകുന്നുണ്ട്. എന്നാൽ ഇവിടെ ജിയോൺ യുൻജയുടെ സിസ്റ്ററെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അവനിപ്പോൾ ഒരു ഐഡന്റിറ്റി ഇല്ലാത്തത് കൊണ്ട് ഒരു ജോലിക്ക് പോകാനോ കോളേജിൽ പോകാനോ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ യുൻജെ റെഡിയാക്കി നൽകിയതാണ് ഈ പാർട്ട് ടൈം ജോബ്. എന്നാൽ നിങ്ങളും എന്റെ ചേട്ടനും തമ്മിൽ റിലേഷൻഷിപ്പിലാണല്ലേ എന്ന് ചോദിക്കുകയാണ് യുൻജയുടെ സിസ്റ്റർ. എന്നാൽ ഇത് കേട്ട് ജിയുൻ ഞെട്ടി ഇക്കാര്യം ആരോടും പറയരുതെന്ന് പറയുന്നുമുണ്ട്. അവൻ അവിടെ നിന്ന് നേരെ പോകുന്നത് യൂറിയുടെ അടുത്തേക്കാണ്. ഇന്നലെ രണ്ടുപേരും പിണങ്ങിയതാണല്ലോ. എന്തെങ്കിലും പറഞ്ഞത് വിഷമമായിട്ടുണ്ടെങ്കിൽ പരസ്പരം ക്ഷമിക്കണമെന്ന് പറയുകയാണ് രണ്ടുപേരും. എന്തായാലും ജിയുൺ ആകെ ഫേമസ് ആകുകയാണ്. ഏതോ ഒരു വലിയ വീട്ടിലെ പയ്യനാണെന്നും സെലിബ്രിറ്റി ആണെന്നുമാണ് ആളുകൾ കരുതുന്നത്. ന്യൂസ് വൈറലാകുന്നതും യുൻജയുടെയും ജിഹുവിന്റെയും മാതാപിതാക്കളും എല്ലാവരും കാണുന്നുമുണ്ട്. എന്നാൽ ഈ പയ്യന്റെ ഐഡന്റിറ്റി ഇതുവരെയും ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് ന്യൂസിൽ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാവുകയാണ്. അടുത്ത ദിവസം ലൈബ്രറിയിൽ ഇരിക്കുന്ന നേരം ഓൺലൈൻ മീഡിയയും മറ്റുള്ളവരും ജിയൂണിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അവൻ അറിയാതെ ഫോട്ടോ എടുക്കുന്നുമുണ്ട്. ഇതേസമയം യൂറിയോട് ദേഷ്യം തോന്നിയ അവളുടെ ഫ്രണ്ട്, അതായത് അന്ന് ബർത്ത്ഡേ ഫംഗ്ഷനിൽ യൂറിയെ ഫോറെവർ സിംഗിൾ എന്ന് വിളിച്ച് അപമാനിച്ച അവൾ ജിയൂണിന്റെ നമ്പർ എടുത്ത് സോഷ്യൽ മീഡിയക്കാർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ജിയോണിന്റെ ഇന്റർവ്യൂ എടുക്കാനായി ആളുകൾ വിളിച്ചു ശല്യം ചെയ്യുന്നത് കാണാം. ഇത് പറയാനായി രണ്ടുപേരും കൂടി യൂറിയുടെ അടുത്തേക്ക് പോകുകയാണ്. യൂറി അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി ആയതുകൊണ്ട് തന്നെ അവളുടെ ബോയ്ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ജിയോണിനെ പരിചയപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ അവന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുകയും ഇന്റർവ്യൂ നൽകേണ്ടി വരികയും ചെയ്യുമല്ലോ. അങ്ങനെ യൂറിയുടെയും ജിയോണിന്റെയും ഫോട്ടോസ് എടുത്തു നൽകുന്നത് യുൻജെ തന്നെയാണ്. ഇതേസമയം ജിഷയുടെ സ്കൂൾ ഫ്രണ്ടിന്റെ അച്ഛന് വയ്യ എന്ന ന്യൂസ് അറിഞ്ഞു വന്നിരിക്കുകയാണ് യുൻജയുടെ കഫേ ഓണർ ജിയോങ് ജ. അവൾക്ക് അവനോട് പ്രണയമായതുകൊണ്ട് തന്നെ അവൾ ഗേൾ ഫ്രണ്ട് ആണെന്നും വൈകാതെ വിവാഹം കഴിക്കുമെന്നും പറയുന്നുണ്ട്. എന്നാൽ യോങ് സിയോക്ക് ഇതുവരെയും ഇഷ്ടമാണെന്ന് അവളോട് പറഞ്ഞിട്ടില്ല. യൂറി വലിയ എഴുത്തുകാരി ആയതുകൊണ്ട് തന്നെ അവളുടെ പുതിയ നോവലിന്റെ പ്രദർശനം നടക്കുന്നുണ്ട്. എല്ലാവരും വന്ന് ഓട്ടോഗ്രാഫ് വാങ്ങുന്നുമുണ്ട്. കൂടെ മിന്നും. യൂറി ഇതുവരെയും ഫുൾ ഫേസ് റിവീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ യൂറിയെ കാണുമ്പോൾ മിൻ ഞെട്ടുകയാണ്. ഓ, ഇത്ര നാളും ഞാൻ ആരാധിച്ച എഴുത്തുകാരി യൂറി ആണെന്ന് അറിയുമ്പോൾ അവന് സന്തോഷമാകുന്നുണ്ട്. ഇതേ സമയം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ യുൻജെയും ജിയൂനും വരുന്നുണ്ട്. യൂറിയോട് ദേഷ്യമുള്ള സ്റ്റാഫ് ജിയൂണും യൂറിയും ശരിക്കും ലവേഴ്സ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താനായി എല്ലാവരുടെയും മുന്നിൽ വന്ന് ഈ ജിയൂൺ യൂറിയുടെ ഗേൾഫ്രണ്ട് ആണ്, അങ്ങനെയെങ്കിൽ ഇവർ കിസ് ചെയ്യട്ടെ എന്ന് പറയുകയാണ്. അത് അവൾ യൂറിക്ക് കൊടുത്ത പണിയായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വേറെ വഴിയില്ലാതെ യൂറി ജിയൂണിനെ കിസ് ചെയ്യുന്നു. ഇതിനിടയിൽ ജിഹെ യോങ് സിയോക്കിനെ കണ്ടുമുട്ടുന്നു. അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവന് ഗേൾഫ്രണ്ട് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അവന്റെ ഫോൺ നമ്പർ വാങ്ങുന്നുമുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞ അടുത്ത ദിവസം എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കിസ് ജിയൂണിന്റെ ഒപ്പം ആയിപ്പോയല്ലോ എന്ന സങ്കടത്തിൽ കുടിച്ച് ബോധം പോയിരിക്കുകയാണ് യൂറി. എന്നാൽ യൂറിയെ പിന്തുടർന്ന് മിൻ അങ്ങോട്ട് വരികയും ഇതെല്ലാം കാണുകയും അവസാനം അവളോട് കാര്യം തിരക്കുകയുമാണ്. വീട്ടിലേക്ക് വരുന്ന യുൻജയ്ക്ക് അച്ഛന്റെ മെസ്സേജ് വരുന്നുണ്ട്. ഇത്രയും വർഷം മിലിറ്ററിയിൽ ജോലി ചെയ്ത് സേവ് ചെയ്തു വെച്ച ക്യാഷ് മൊത്തം ഷെയറിലിട്ടെന്നും 50 മില്യൺ വോൺ ഉണ്ടെന്നും അമ്മയുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ പേടിയാകുന്നു എന്നുമായിരുന്നു മെസ്സേജ്. യുൻജെ അച്ഛനെ ചെന്ന് വിളിക്കുമ്പോൾ വീട്ടിലേക്ക് വരാൻ അച്ഛൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛനെ ഒരു മോട്ടലിലാക്കി അവൻ ഫുഡ് വാങ്ങാൻ പോകുന്നു. അച്ഛനുള്ള ഫുഡുമായി മോട്ടലിലേക്ക് യുൻജെ കയറിപ്പോകുന്നത് ഡ്രിങ്ക്സ് കഴിച്ചു വരുന്ന മിന്നും യൂറിയും കാണുന്നു. കഴിഞ്ഞ ദിവസം മിഞ്ചു യുൻജയുടെ കൂടെ ഒരു രാത്രി ഉണ്ടായിരുന്നു എന്ന് കേട്ടിരുന്ന മിൻ ഇനി മോട്ടലിൽ മിഞ്ചു ആയിരിക്കുമോ എന്ന സംശയം യൂറിയോട് പറയുന്നതും ബോധമില്ലാതെ നിൽക്കുന്ന അവൾ അപ്പോൾ തന്നെ ഇക്കാര്യം ജിയൂണിനെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. കേൾക്കേണ്ട താമസം കലിയിളകി ഓടി വരികയാണ് ജിയൂൺ. എന്നാൽ 3 പേരെ അപ്രതീക്ഷിതമായി കണ്ട യുൻജെ നിങ്ങൾ എന്താ ഇവിടെ എന്ന് തിരക്കുമ്പോൾ സത്യം പറ, മിഞ്ചു എവിടെയെന്ന് പറഞ്ഞ് പ്രശ്നം വഷളാക്കുകയാണ്. അച്ഛനാണ് കൂടെ എന്ന് യുൻജെ എത്ര പറയുന്നുണ്ടെങ്കിലും ആരും വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അവൻ റൂമിലേക്ക് കൊണ്ടുപോയി എല്ലാവരെയും അച്ഛനെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അവർ വിശ്വസിക്കുന്നത്.
ആരെന്ത് പറഞ്ഞാലും നീ എന്നെ സംശയിച്ചില്ലേ എന്ന് യുൻജെ പരാതി പറയുമ്പോൾ അത് അന്ന് രാത്രി കഫയിലേക്ക് വന്നപ്പോൾ നീയും മിഞ്ചും കഫേ ഇരിക്കുന്നത് താൻ കണ്ടെന്നും താൻ ഒന്നും മിണ്ടാതെ തിരിച്ചു പോയതാണെന്നും ജിയോൻ പറയുന്നുണ്ട്. ഇക്കാര്യമാണ് രാത്രി നമ്മൾ ഒന്നിച്ചു ടൈം സ്പെൻഡ് ചെയ്തു എന്ന് മിഞ്ചു യുൻജെയോട് പറഞ്ഞത് മിൻ കേട്ടത്. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മയുടെ ദേഷ്യം തീർക്കാൻ ക്യൂട്ടായി വന്നിരിക്കുകയാണ് അച്ഛൻ. അമ്മ ആദ്യം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് അമ്മ അച്ഛൻ്റെ കൂടെ ഹാപ്പിയായി ഡാൻസ് കളിക്കുന്നതും അവരുടെ പിണക്കം അങ്ങനെ മാറുന്നതും യുൻജെ കാണുന്നുണ്ട്. അടുത്ത ദിവസം ജിയൂണിനെ കാണാൻ പോവുകയാണ് യുൻജെ. ആദ്യം പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് യുൻജെയോടൊപ്പം ഡാൻസ് കളിക്കുകയാണ് ജിയൂൻ. ഇതേ സമയം അങ്ങോട്ട് മിഞ്ചു വരുന്നു. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ ബിൽഡിങ്ങിലേക്ക് താമസം മാറിയെന്ന് പറയുന്നത് കേട്ട് യുൻജെയും ജിയൂണും ഷോക്ക് ആവുന്നതിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത്.